ഇന്നെൻ്റെ ഇക്കാടെ കടയുടെ അടുത്തുള്ള ബിനുചേട്ടൻ്റെ മോൻ്റെ കല്യാണമായിരുന്നു. അപ്പോൾ അതിന് പോകാൻ വേണ്ടി നമ്മൾ റെഡിയായി നിൽക്കുകയാണ്. അതായത് എൻ്റെ ഇക്കാടെ സ്വന്തം ബിനുചേട്ടൻ. അങ്ങനെ നമ്മൾ ഓഡിറ്റോറിയം എത്തി. അങ്ങനെ കുറേ നേരം അവിടെ വായ നോക്കിക്കൊണ്ടൊക്കെ ഇരുന്നു. എനിക്കങ്ങനെ അവിടെ വലിയ കമ്പനിക്കാരൊന്നും ഇല്ലായിരുന്നു. എൻ്റെ മോൻ അവിടെ എത്തിയപ്പോഴേ ഫുഡ് ഐസ്ക്രീം എന്നൊക്കെ വിളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പിള്ളേർ പിന്നെ ഐസ്ക്രീം കുടിക്കാനായിട്ടാണല്ലോ കല്യാണത്തിന് പറഞ്ഞത്. അതാണല്ലോ അവരുടെ മെയിൻ പരിപാടി. അങ്ങനെ അവിടെ നല്ല ഫുഡായിരുന്നു. പൊറോട്ട, ചിക്കൻ ഫ്രൈ, ചിക്കൻ കറി, നെയ്ച്ചോറ് ഇതൊക്കെയായിരുന്നു. ഇനി നമ്മുടെ അടുത്ത ടാർഗറ്റ് ഐസ്ക്രീമിലോട്ട്. അടുത്ത് ഐസ്ക്രീം എവിടെ എന്ന് അന്വേഷിച്ച് അങ്ങനെ ഐസ്ക്രീം കിട്ടി. അങ്ങനെ അതും കുടിച്ച് കുറച്ചു നേരം കറങ്ങി തിരിഞ്ഞ് അവിടെ നിന്നു. അങ്ങനെ ഇക്കാടെ കടയിൽ ഇക്കാടെ സ്വന്തം പയ്യന്മാരൊക്കെ കല്യാണത്തിനുണ്ടായിരുന്നു. ഈ സുന്ദരിയായിട്ട് നിൽക്കുന്ന കുട്ടിയാണ് പയ്യന്റെ സ്വന്തം അനിയത്തിക്കുട്ടി. ആ കുട്ടിയെക്കുറിച്ച് 2 വാക്ക് പുകഴ്ത്തി പറയാനാണ് ആ കുട്ടി പറയുന്നത്. അപ്പോൾ വളരെ സുന്ദരിയും സുശീലയും സുമുഖയാണ് ഈ കുട്ടി. കുട്ടിക്ക് വളരെയധികം സന്തോഷമായെന്ന് വിശ്വസിക്കുന്നു. അടുത്ത് നമ്മൾ നേരെ അവിടെ നിക്കാടെ വീട്ടിലോട്ട് പോയി. അങ്ങനെ അവിടെ പോയി കുറച്ചു നേരം തലവര സിനിമയൊക്കെ കണ്ട് അവിടെ കുറച്ചു നേരം ഇരുന്നു. പോകുമ്പോൾ എൻ്റെ മൂത്ത മോനെ കുറച്ച് വർഷങ്ങൾ കൊണ്ട് അവൻ ശേഖരിച്ച് വെച്ചിരിക്കുന്ന കുറച്ച് ആക്രി കളിപ്പാട്ടങ്ങളുണ്ട്. അതിലവൻ കളിച്ചുകൊണ്ടിരുന്നു. അത് കഴിഞ്ഞ് എൻ്റെ ഇക്കാടെ അനിയൻ ഇതിലവൻ അറിയാമെന്നുള്ള ആരൊക്കെയോ ഉണ്ടെന്ന് പറഞ്ഞ് ഈ ഒപ്പന ഒരു 10-12 പ്രാവശ്യമെങ്കിലും അവൻ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. ആഡ് എ തോട്ട്, ആ സംഭവം കണ്ടില്ല, അതാണ് എൻ്റെ ഇക്കാടെ അനിയൻ. അവനെ വിഷമിപ്പിക്കാതിരിക്കാൻ വേണ്ടി ഞാൻ എങ്ങനെയൊക്കെയോ സഹിച്ചു പിടിച്ച ആ ഒപ്പന 10-12 പ്രാവശ്യം കണ്ടുകൊണ്ടിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ ഇക്കാടെ വാപ്പ വീഡിയോ കോൾ ചെയ്തിട്ടുണ്ടായിരുന്നു. സൗദിയിലാണ് എൻ്റെ ഇക്കാടെ വാപ്പ. അങ്ങനെ അവിടെ നിന്ന് എൻ്റെ ഇക്കാടെ ഉമ്മ ടാങ്കൊക്കെ കലക്കി തന്നു. അങ്ങനെ അതൊക്കെ കുടിച്ച് വീണ്ടും കുറച്ചു നേരമൊക്കെ നമ്മൾ അവിടെ ഇരുന്നിട്ട് തിരിച്ച് നമ്മുടെ വീട്ടിലോട്ട് പോകാനായിട്ട് ഇറങ്ങി. പോണ വഴിക്ക് വീട്ടിലത്തേക്ക് 2-3 സാധനങ്ങൾ വാങ്ങാനുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ റാസാണന്റെ കടയിൽ കയറി. അവനൊരു രസ്നയും ഞാനൊരു ഉപ്പും പഞ്ചസാര ഇട്ട സോഡ നാരങ്ങ വാങ്ങി കുടിച്ചു. ഇത് നമ്മുടെ ബാലരാം എടുത്ത ഒരു ഫേമസ് കടയാണ്, റാസാണന്റെ കട എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയും. അങ്ങനെ തിന്നതെല്ലാം എല്ലിൻ്റെ ഇടയിൽ കയറാതിരിക്കാൻ വേണ്ടി വീട്ടിൽ വന്നിട്ട് കുറച്ചു നേരം ക്രിക്കറ്റ് കളിച്ചു. വീട്ടിൽ നിന്ന് തിരിയാൻ പോലും സ്ഥലമില്ല, എങ്കിലും എങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് നിന്ന് കുറച്ചു നേരം കളിച്ചുകൊണ്ടിരുന്നു. 2 മിനിറ്റ് നിക്കാടെ കുറച്ച് കഴിവ് നമുക്ക് കാണാം. എന്തൊക്കെ തരം കഴിവാണ് പടച്ചോ എന്റെയൊക്കെ വാരിക്കോരി കൊടുത്തിരിക്കണം. ഇതുപോലെയൊക്കെ ആർക്കെങ്കിലും ചെയ്യാൻ പറ്റുമോ? കണ്ടില്ലേ? ഇഷ്ടപ്പെട്ടെങ്കിൽ കമന്റ് ബിലോ. അപ്പൊ ഇന്നെന്തായാലും ഇത്രയൊക്കെ ഉള്ളൂ. ബൈ.